യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകുമെന്നും പറഞ്ഞ് തീവ്രവാദികളും പട്ടാളക്കാരൊക്കെ ഇറക്കി വിട്ടിരിക്കുക യുദ്ധത്തിന്. യുദ്ധം ചെയ്ത് മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഏത് യുദ്ധമാണ്? ഇവിടെ നമ്മൾ ഈ സ്ഥൂലമായ ആയുധം കൊണ്ടുള്ള യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ആയുധം എടുക്കും. വീണ്ടും വീണ്ടും നമ്മൾ നരകത്തിലേക്ക് പോകുള്ളൂ. പകരം ഏത് യുദ്ധത്തിൽ ജയിച്ചാൽ അല്ലെങ്കിൽ ഏത് യുദ്ധത്തിൽ തോറ്റാൽ സ്വർഗത്തിൽ പോകുന്ന പറയുന്നത്? യുദ്ധത്തിൽ മരിച്ച സ്വർഗത്തിൽ പോകുന്നതാണല്ലോ. ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി പ്രപഞ്ചനാഥനായ ഭഗവാൻ വന്ന് നമ്മളോട് 5 വികാരങ്ങളെ ജയിക്കാനുള്ള യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ ആ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം ഭരിക്കാം. ഇനി ഞാൻ തോറ്റുപോയി, എനിക്കതിന് ജയിക്കാൻ സാധിച്ചില്ല, ഭഗവാൻ പറഞ്ഞതനുസരിച്ച് തന്നെ ഇറങ്ങി, പക്ഷെ എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല, ഭഗവാന് കുഴപ്പമില്ല. നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ, ഈ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി നീ വികാരങ്ങൾ ജയിക്കാൻ ശ്രമിച്ചല്ലോ, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ ഏത് യുദ്ധമാണ് ഈ പറയുന്നത്? ആളുകളെ കൊല്ലുന്ന യുദ്ധമല്ല, ആയുധമെടുത്തുള്ള യുദ്ധമല്ല, പകരം ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഈ ആത്മീയമായ യുദ്ധം നമ്മൾ ചെയ്യണം.